പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് അവരോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ വചനം ശ്രവിച്ച ചിലരുടെ അനുഭവം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പേര് റാണി, വീട് എറണാകുളം ഏലൂർ എന്ന സ്ഥലത്താണ്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാ ഞായറാഴ്ചകളിലും 8:30 ഷാലോം TV-യിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണുന്നവരാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഒരു വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായി. എനിക്ക് നെഞ്ചിൽ വലിയൊരു പ്രയാസം അനുഭവപ്പെടുകയും എറണാകുളം ലിസി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതേ തുടർന്നുള്ള ചെക്കപ്പിൽ ആൻജിയോഗ്രാം ടെസ്റ്റിൽ എൻ്റെ ഹൃദയത്തിൻ്റെ മെയിൻ വാൽവിൽ 90% ബ്ലോക്കുള്ളതായി കണ്ടു.
ഡോക്ടർമാർ 15 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ വേണമെന്നും 1.5 ലക്ഷം രൂപ അതിനുവേണ്ടി തിയേറ്ററിൽ ഉടൻ കെട്ടിവെക്കണമെന്നും പറഞ്ഞു. ഇത്രയും വലിയ തുക ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനാൽ ഞങ്ങൾ 15 ദിവസത്തേക്കുള്ള മെഡിസിൻ വാങ്ങി വീട്ടിലേക്ക് പോന്നു. പിന്നീട് 15/6/2008 അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ കുടുംബസമേതം ഈ രോഗത്തിൽ നിന്ന് വിടുതലിനായി കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 16/6/2008 കാർഡിയോ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഹൃദയത്തിൽ വാൽവിലുള്ള ബ്ലോക്ക് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി. അതേ തുടർന്ന് എല്ലാ മെഡിസിനും നിർത്തി. ഇന്ന് 100% എൻ്റെ ഹൃദയം പ്രവർത്തന സജ്ജമാണ്. ഡോക്ടർമാർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 15/6/2008 കരഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചു, ഹൃദയ സംബന്ധമായ ഈ രോഗത്തിലേക്ക് എൻ്റെ യേശുവെ അവിടുന്ന് വന്ന് സുഖപ്പെടുത്തണമേ എന്ന്. അതിനുശേഷം 16/6/2008 പിറ്റേ ദിവസം തിങ്കളാഴ്ച തന്നെ പോയി ഒരു കാർഡിയോ സ്കാൻ എടുത്ത് ഈ പ്രാർത്ഥനയുടെ ഫലം എന്താണെന്ന് നോക്കി. അപ്പോൾ 100% സൗഖ്യം പ്രാപിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടർമാർ കണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സെലിനും കുടുംബവും സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. മകൻ്റെ തലയിൽ ചിരങ്ങ് പോലെ ഏകദേശം 2 വർഷത്തിന് മേലായി കാണാൻ തുടങ്ങിയിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിൽ പിടലിക്കും നെറ്റിയിലും കയ്യിൽ തൊലിപ്പുറത്തും പുഴുക്കടി പോലെ നിറഞ്ഞ് കാണപ്പെടുന്നു. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ സൂര്യപ്രകാശത്തിന് അലർജിയാണെന്നും കഴിവതും സൂര്യപ്രകാശം ഏൽക്കാതെ നോക്കണമെന്നും പറഞ്ഞു. പുരട്ടുവാൻ മരുന്നും കഴിക്കുവാൻ ഗുളികയും തന്നു. അത് കഴിച്ചിട്ടൊന്നും എൻ്റെ മകന് കുറവ് കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത്. അങ്ങനെ ഞാനും എൻ്റെ മകനും അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മകന് സൗഖ്യം കിട്ടുകയാണെങ്കിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് എഴുതി സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചത്. അതിനുശേഷം എൻ്റെ മകന് പരിപൂർണമായി സൗഖ്യം കിട്ടി. ഇപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു പാടുപോലും ഇല്ലാത്തവണ്ണം അവൻ സൗഖ്യം പ്രാപിച്ചു. ഇതിനോടുകൂടെ തന്നെ തലയിലുണ്ടായിരുന്ന നെല്ലിക്കയുടെ മുഴുപ്പിലുള്ളൊരു മുഴയും അപ്രത്യക്ഷമായി. എൻ്റെ യേശുവിന് കോടാനുകൂടി നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഈ പ്രാർത്ഥനയോട് ചേർന്ന് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും, സമൂഹങ്ങളുടെ മേലും, കുടുംബങ്ങളുടെ മേലും, സ്ഥാപനങ്ങളുടെ മേലും, ഓരോരുത്തരുടെ മേലും ഇപ്പോൾ അങ്ങയുടെ അത്ഭുത നാമത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ വലിയ നിരാശ, വലിയ ദുഃഖം, വലിയ മനപ്പീടകൾ, വലിയ പാപഭാരങ്ങൾ, ഹൃദയവ്യഥകൾ, സമാധാനമില്ലായ്മ, ഓ കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, ഈ ശുശ്രൂഷകൾ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോ സ്ഥാപനങ്ങളും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ദുർബാധകളും, എല്ലാ ദുർപീഡകളും, എല്ലാ ദുർശക്തികളും ദൈവമക്കളിൽ നിന്നും, അവരുടെ ശരീരങ്ങളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവെ, ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ്, ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ദുഷ്ടാരൂപികൾ കൂട്ടത്തോടെ വിട്ട് ഓടിപ്പോകട്ടെ. ദൈവവചനം കേൾക്കുവാനുള്ള ഹൃദയത്തുറവ് ലഭിക്കട്ടെ. അവിശ്വാസ പീഡ വിട്ടുപോകട്ടെ. പ്രാർത്ഥന രാഹിത്യം വിട്ടുമാറി പോകട്ടെ. വിശ്വാസ കൃപ ലഭിക്കട്ടെ. കർത്താവെ, അഭിഷേകങ്ങൾ സംഭവിക്കട്ടെ. വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിൽ 12-ാമത്തെ തിരുലിഖിതം. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു ആത്മീയ നൊമ്പരം ഭാരപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രാർത്ഥനാനുഭവം ഉള്ളവർ പോലും ഇന്ന് ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കാരണം
അവരുടെ ചുറ്റിലും അവർ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും അവരുടെ ഹൃദയങ്ങളെ അനുദിനം വേദനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെയും തിരസ്കരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ വിലയില്ലാത്തതായി കാണുന്നു. സഭയും സഭയിലെ ശുശ്രൂഷകളെയും വിലയില്ലാത്തതായി കാണുന്നു. ദൈവ ആരാധനയും ദൈവികമായ കാര്യങ്ങളും താല്പര്യമില്ലാത്തതായി അവർ എഴുതിത്തള്ളുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവഭക്തി ജീവിക്കുന്നവരെ, ദൈവിക മാർഗത്തിൽ നടക്കുന്നവരെ, ദൈവ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, സഭയുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ ദുഷിക്കുകയും വെറുക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ചുറ്റിലും കാണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതത്തിൽ യേശു ക്രിസ്തു ഒരു വലിയ വെളിപ്പെടുത്തൽ ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനോടനുബന്ധിച്ച് ലോകത്തിൽ വലിയൊരു ലക്ഷണമുണ്ടാകും. ലോകത്തിൽ നാനാഭാഗങ്ങളിൽ ഒരേ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികളോടും സ്ഥാപനങ്ങളോടും പ്രസ്ഥാനങ്ങളോടും കടുത്ത വൈരാഗ്യമുണ്ടാകുമെന്ന്, കടുത്ത വെറുപ്പുണ്ടാകുമെന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു നല്ല ജീവിതം നയിക്കുന്നതുകൊണ്ടല്ല അവസാന നാളുകളിൽ ജനം ക്രിസ്ത്യാനിയെ വെറുക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ അവരിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതുകൊണ്ടല്ല അവസാന നാളുകളിൽ ലോകം ക്രിസ്ത്യാനിയെ വെറുക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ചില ക്രമക്കേടുകൾ കാണുന്നത് കൊണ്ടും അല്ല അവസാന നാളുകളിൽ ലോകം ക്രിസ്ത്യാനിയെ വെറുക്കുന്നത്. ക്രിസ്ത്യാനിയെയും ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്നവരെയും ലോകം വെറുക്കുന്ന ഒരു അന്തരീക്ഷം മുറുകി വരുമെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏക കാരണം യേശു പഠിപ്പിക്കുന്നത്, എൻ്റെ നാമം നിമിത്തം ലോകം നിങ്ങളെ ദ്വേഷിക്കും, വെറുക്കും. എൻ്റെ നാമനിമിത്തം ലോകം സഭയെ വെറുക്കും. എൻ്റെ നാമനിമിത്തം ലോകം ക്രിസ്തു ശിഷ്യന്മാരെ വെറുക്കും. ഇത് യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു കുടുംബത്തിൽ 7 പേരുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യന്മാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ആ ഉത്തമ ശിഷ്യനെ വെറുക്കുക തന്നെ ചെയ്യും. ഇടവക സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും ആ ഇടവക സമൂഹത്തിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ ഉത്തമ അനുയായിയായി ജീവിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമം വഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ ആ ഇടവകയിൽ ആ വ്യക്തി വെറുക്കപ്പെടും. ഒരു സംസ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയും യേശു ക്രിസ്തുവിനെ നാമം വഹിച്ചും നിലകൊള്ളുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തി വെറുക്കപ്പെടും എന്നാണ് യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ അതിൽ 17-ാമത്തെ തിരുലിഖിതം, ലൂക്ക 21:17, എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും ദോഷിക്കും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദോഷിക്കും. കുറേ പേര് ദോഷിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മിക്കവാറും ആളുകൾ ദോഷിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുമ്പ് സംഭവിക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഇതിലാണ് വിശ്വസ്തത മാറ്റുരയ്ക്കപ്പെടുന്നത്. ഇങ്ങനെ കഠിനമായ വെറുപ്പും ലോകത്തിൻ്റെ കഠിനമായ ഞെരുക്കവും ലോകത്തിൻ്റെ കഠിനമായ പീഡകളും ഉണ്ടാകുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ അനേകർ തണുത്തുറഞ്ഞു പോകും. അനേകരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകും. അനേകർ വിശ്വാസം ത്യജിക്കും.
ഇതിൻ്റെ പരിണത ഫലമായി ലോകത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്, അനേകർ തങ്ങളുടെ വിശ്വാസത്തെ ത്യജിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനനുബന്ധിച്ച് സംഭവിക്കുന്ന വലിയൊരു ദുരന്തമാണത്. ലോകത്തിൻ്റെ വെറുപ്പ് കഠിനമാകുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിച്ച് പോകും. അതിൻ്റെ പേരാണ് വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി. വിശ്വാസത്യാഗം ഇന്ന് ഇത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കൊച്ചു കേരളത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എന്ന് അറിയപ്പെടുന്നവരിൽ തന്നെ എത്രയോ പേരുടെ ഹൃദയങ്ങൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എത്രയോ പേര് തങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് അഭിമാനം കൊള്ളുന്നുണ്ട്. എത്രയോ പേര് തങ്ങളുടെ സഭയെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരുണ്ട്. എത്രയോ പേര് യേശുവിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരുണ്ട്. ചുരുക്കം 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 പേര് മാത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേരളത്തിലെ മാത്രം ഒരു സംഗതിയല്ല, ഇത് ലോകം മുഴുവനുള്ള ഒരു പ്രതിഭാസമാണ്. ഈ പ്രപഞ്ചം മുഴുവനും, ഈ ലോകം മുഴുവനും യേശുക്രിസ്തുവിന്റെ 2ാം വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒരു അടയാളം കൂടെയാണിത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1963 ഒരു കണക്കെടുത്തപ്പോൾ അമേരിക്കയിലുള്ള 13% ആളുകൾ മാത്രമാണ് പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള ലൈംഗികത ഒരു തെറ്റല്ല, കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് 1963 അമേരിക്കൻ കത്തോലിക്കരിൽ വെറും 13% മാത്രമാണ് പ്രീ മാരിറ്റൽ സെക്സ് പെർമിസിബിൾ ആണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. 1974 ആയപ്പോൾ അമേരിക്കൻ കത്തോലിക്കരിൽ 52% ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി പ്രീ മാരിറ്റൽ സെക്സ് അത് പെർമിസിബിൾ ആണ്, തെറ്റില്ല എന്ന്. 1987 വീണ്ടും നടന്നൊരു കണക്കെടുപ്പിൽ ഏതാണ്ട് 75% അമേരിക്കൻ കത്തോലിക്കർ പ്രീ മാരിറ്റൽ സെക്സ് പെർമിസിബിൾ ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. 1990കളുടെ അവസാനത്തിൽ ഏതാണ്ട് 99% ആളുകളും വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത ഒരു പാപമല്ല എന്നത് അവരുടെ യൂഷ്വൽ കസ്റ്റമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൻ്റെ ഒരു മൂല്യം, വ്യഭിചാരം ചെയ്യരുത് എന്ന ബൈബിളിൻ്റെ ഒരു മൂല്യം, അത് കാറ്റിൽ പറത്തുന്ന മടിയില്ലാത്ത വിധം അവരുടെ വിശ്വാസം ക്ഷയിച്ചു പോയ ഒരു കാര്യമല്ലേ നമ്മൾ കാണുന്നത്. വീണ്ടും 1960കളിൽ നടത്തിയ കണക്കെടുപ്പിൽ ഏതാണ്ട് 75% അമേരിക്കൻ കത്തോലിക്കരും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് വിലയുള്ളതായി കരുതിയിരുന്നു. എന്നാൽ 1990കളുടെ അവസാനത്തിൽ എടുത്ത കണക്കിൽ ഏതാണ്ട് 18% പേര് മാത്രമേ ദേവാലയത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരുടെ വിശ്വാസം തണുത്തുറഞ്ഞു പോയി. ഹല്ലേലൂയ. ബാക്കിയുള്ളവരുടെ വിശ്വാസം തണുത്തുറഞ്ഞു പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ തീഷ്ണമായ വിശ്വാസമുള്ള ഒരു രാജ്യമായിരുന്നു പോളണ്ട്. ഈ കേരളത്തിനേക്കാൾ ഒരു പടി കൂടെ വിശ്വാസത്തിൽ മുൻപന്തിൽ നിന്ന രാജ്യമാണ് പോളണ്ട്. റഷ്യൻ കമ്മ്യൂണിസത്തിന്റെ പ്രത്യേകമായ പീഡനം അനുഭവിച്ചിരുന്ന രാജ്യമായിരുന്നു പോളണ്ട്. ഒരു കത്തോലിക്ക രാജ്യമായിരുന്നു പോളണ്ട്. ദേവാലയങ്ങൾ നമ്മുടെ ഈ കേരളക്കരയിലെ പോലെ തിങ്ങി നിറഞ്ഞ ആളുകൾ വന്ന് കുർബാനയിൽ പങ്കെടുത്തിരുന്ന ഒരു രാജ്യമായിരുന്നു പോളണ്ട്. 1989 കമ്മ്യൂണിസം പോളണ്ടിൽ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 75% ആളുകൾ ആ കത്തോലിക്ക രാജ്യമായ പോളണ്ടിൽ ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1983 ആയപ്പോൾ, വെറും 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഈ പോളണ്ടിൻ്റെ അധപതനം വളരെ ഡ്രാസ്റ്റിക്കായി സംഭവിച്ച് 1984 വർഷങ്ങൾക്ക് ശേഷം കണക്കെടുത്തപ്പോൾ
ഏതാണ്ട് വെറും 28% ആളുകൾ മാത്രമാണ് ദേവാലയത്തിൽ പോകാനും കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും താല്പര്യമുള്ളവരായി പോളണ്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ വാർസോ പട്ടണത്തിൽ വെറും 18% ചുരുങ്ങി. നോക്കുക, അമേരിക്കയിൽ 40 വർഷം കൊണ്ട് സംഭവിച്ച വിശ്വാസ അധപതനം പോളണ്ടിൽ 4 വർഷം കൊണ്ട് സംഭവിച്ചു. ഇന്ന് പോളണ്ടിന്റെ സ്ഥിതി, ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് പോളണ്ടിന്റെ സ്ഥിതി വളരെ ശോചനീയമായ വിധം വിശ്വാസ രംഗത്ത് അപജയം സംഭവിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, UK, ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ഈ രാജ്യങ്ങളുടെ സ്ഥിതി വളരെ വളരെ ശോചനീയമാണ്. പോസ്റ്റ് ക്രിസ്ത്യൻ കൺട്രി എന്നറിയപ്പെടാൻ തക്കവണ്ണം അവിടുന്ന് 1700 വർഷങ്ങൾ വിശ്വാസം നെഞ്ചിലേറ്റ് നടന്ന ഈ രാജ്യത്ത്, 100 കണക്കിന് 1000 കണക്കിന് വിശുദ്ധന്മാരെ പ്രദാനം ചെയ്ത ഈ രാജ്യങ്ങളിൽ ഇന്ന് വിശ്വാസം ദുർബലമായിരിക്കുകയാണ്. ഏതാണ്ട് 2000 ആണ്ടോടടുത്തപ്പോൾ ജർമ്മനിയിൽ മാത്രം 3000 പള്ളികളാണ് അടച്ചുപൂട്ടി കടന്നിരുന്നത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ് 2007 മാർച്ച് മാസത്തിൽ അച്ഛൻ UK ചെന്നപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, ഈ ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ച ദിവസത്തിന്റെ ഓർമ്മയാണെന്ന് അറിയാവുന്ന ക്രിസ്ത്യാനികൾ വെറും 10% മാത്രം. ഒരു ക്രിസ്ത്യൻ കൺട്രി ആണെന്ന് ഓർക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1700 വർഷങ്ങൾ വിശ്വാസം നെഞ്ചിലേറ്റ് നടന്ന ഈ കാത്തലിക് കൺട്രി, ഈ ക്രിസ്ത്യൻ രാജ്യം, ഈ തൊട്ടടുത്ത നാളുകളിൽ ഒരു സെക്കുലർ സ്റ്റേറ്റായി മാറുന്ന അഭിമാനം കൊണ്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം ത്യജിച്ച് ഓടുന്നവര്, അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കറിയാൻ പാടില്ല. യേശു ക്രിസ്തു ആരാണ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. വിശ്വാസ ത്യാഗം സംഭവിച്ച ഒരു ജനത. ഹല്ലേലൂയ. ഇറ്റലിയിലെ കണക്കെടുത്താൽ പ്രതിവർഷം 10,000 പേര് വെച്ചാണ് വിശ്വാസത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിമിനെ കല്യാണം കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല, മറ്റെന്തെങ്കിലും കാരണത്തിന് പേരിലാണെങ്കിലും കുഴപ്പമില്ല. പ്രതിവർഷം 10,000 പേര് വെച്ചാണ് വിശ്വാസത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിലെ കണക്കാണത്. ബെൽജിയം, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2007 മാർച്ച് മാസത്തിൽ അച്ഛൻ ലണ്ടനിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഒരു കാത്തലിക് ഡോക്ടറിനെ, ഒരു സിസ്റ്റർ ഡോക്ടറെ കണ്ടു. ആ സിസ്റ്റർ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, 1970-കളിൽ അയർലൻഡ് കേരളത്തിലെ പോലെ കാത്തലിക് വിശ്വാസത്തിൽ ജ്വലിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ദേവാലയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു രാജ്യമായിരുന്നു അയർലൻഡ്. എന്നാൽ ഇപ്പോൾ അയർലൻഡിലുള്ളവര് ദേവാലയത്തിൽ പോകുന്നതിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവര് ചുരുക്കം പേര് മാത്രം. അവർക്ക് ദൈവവും ദൈവിക കാര്യങ്ങളും അവർക്ക് പുച്ഛമായി മാറി. ദേവാലയങ്ങൾ ശൂന്യമായി. വൈദികരും സിസ്റ്റേഴ്സും ദൈവവേല ചെയ്യുന്നവരും അവർക്ക് പരിഹാസപാത്രങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, UK-യിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, 1960-കളിൽ സ്വവർഗ വിവാഹം ഇവിടെ നിയമവിരുദ്ധമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവരെ ജയിലിൽ പൂട്ടുമായിരുന്നു. എന്നാൽ ഇന്ന് അത് ഇവിടെ നിയമപരമായി പൗരന്റെ അവകാശമായി മാറി. സ്വവർഗഭോഗവും സ്വവർഗ വിവാഹവും അവരുടെ അവകാശമായി നിയമം പാസാക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബോർഷന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം ആവശ്യപ്പെടുന്ന വിശുദ്ധ ജീവിതം വിലയില്ലാത്തതായി കാണുന്ന ജനം പെരുകി വരുന്നതല്ലേ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന കാഴ്ച? വിശുദ്ധ ജീവിതം, തിരുസഭാ ജീവിതം, ദൈവഭക്തിയുള്ള ജീവിതം, പ്രാർത്ഥനാരീതിയുള്ള ജീവിതം, ദൈവവചന പ്രകാരമുള്ള ജീവിതം, അത് കാറ്റിൽ പറപ്പിച്ച് സ്വന്തം ജഡത്തിന്റെ താല്പര്യപ്രകാരം, സ്വന്തം ജഡത്തിന്റെ ഇച്ഛപ്രകാരം, ജഡത്തിന്റെ വെറിക്കൂത്തുകളിൽ മുഴുവൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനമല്ലേ നമുക്ക് ചുറ്റും പെരുകി വരുന്നത്? അതിന്റെ സ്വാധീനമല്ലേ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൂറോപ്പിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? സെക്യുലറിസം അക്കംപ്ലിഷ്ഡ് വാട്ട് കമ്മ്യൂണിസം കുഡ് നോട്ട്. കമ്മ്യൂണിസത്തിന് കഴിയാതെ പോയത് സെക്യുലറിസം നിർവഹിച്ചു. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ലിഖിതം വ്യക്തമായി പഠിപ്പിക്കുന്നത്. ദൈവത്തെയും ദൈവത്തിന്റെ വഴികളെയും ദൈവത്തിന്റെ വചനത്തെയും വിലയില്ലാതെ സ്വന്തം ജഡത്തിന്റെ വെറിക്കൂത്തുകളിൽ ആഭാസ ജീവിതം നയിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന
ഒരു ജനത അവസാന നാളുകളിൽ ഉയർന്നു വരും. അത് 2 പത്രോസ് 3-ാം അധ്യായം 3-ാം വാക്യം. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. വിശ്വസ്തതയുള്ള കുടുംബജീവിതം അതിനെ നോക്കി പല്ലിളിക്കുന്ന നിന്ദകരായ ആളുകൾ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കല്യാണം വേണ്ട, മക്കള് വേണ്ട എന്ന മുദ്രാവാക്യത്തോടെ അല്ലേ അനേക യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ നടക്കുന്നത്. ഞങ്ങൾ പാർട്ട്നേഴ്സ്, എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാം, എപ്പോൾ വേണമെങ്കിലും ഒന്നിച്ചു കൂടാം, ഞങ്ങൾ പാർട്ട്നേഴ്സ്. വിവാഹം വേണ്ട, മക്കള് വേണ്ട, ഇതല്ലേ അവരുടെ മുദ്രാവാക്യം. ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിവാഹം, ബൈബിൾ പറഞ്ഞിരിക്കുന്ന കുടുംബജീവിതം, മക്കളെ ജനിപ്പിക്കുന്ന ഭാവനമായ ദൗത്യം, ഇതെല്ലാം കാറ്റിൽ പറപ്പിച്ച് അതിന് പുല്ലുവില കൽപ്പിച്ച് നടക്കുന്ന ഒരു വിപരീത നടപ്പ് സ്വഭാവമാക്കിയ ജനത, സ്വർഗഭോഗം ഒരു സ്വഭാവമാക്കിയ ജനത, ബൈബിളിന് വിപരീതമായ എല്ലാ മൂല്യങ്ങളും മുറുകെ പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനത. അവസാന നാളുകളിൽ നിങ്ങളെ നിന്ദിച്ചുകൊണ്ട് അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ബൈബിളിലെ മൂല്യങ്ങൾക്കെതിരെ ജീവിക്കുന്ന ഒരു ജനത പ്രത്യക്ഷപ്പെടും. അധർമ്മം പെരുകുന്നത് കാണുമ്പോൾ അനേകരുടെ വിശ്വാസം തണുത്തുറഞ്ഞു പോകും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. ഇങ്ങനെ നമുക്ക് ചുറ്റിലും ഓരോ തിന്മകൾ പെരുകി പെരുകി വരുന്നത് കാണുമ്പോൾ ഇന്നലെ നമ്മളോടുകൂടെ ആരാധിച്ചിരുന്നവർ, ഇന്നലെ നമ്മളോടുകൂടെ പള്ളിയിൽ വന്നിരുന്നവർ, ഇന്നലെ നമ്മളോടുകൂടെ ദൈവത്തെ വിളിച്ചിരുന്നവർ ഇന്ന് പ്രാർത്ഥന ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ നാം എന്തു ചെയ്യണമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തല ഉയർത്തി നടക്കുവിൻ, എന്തെന്നാൽ നമ്മളെ വിമോചിപ്പിക്കാനുള്ളവൻ അടുത്തെത്തി കഴിഞ്ഞു. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ഇത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. പ്രസവ വേദന കഴിഞ്ഞാൽ ഉടനെ പ്രസവം ഉണ്ടാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു തൊട്ടരികിലെത്തി കഴിയുമ്പോൾ, തൻ്റെ ജനത്തെ വിടുവിക്കാനായി വരുന്നവൻ അരികിലെത്തി കഴിയുമ്പോൾ ഇതുപോലുള്ള തിന്മകൾ പെരുകും. അതാണ് ലൂക്ക 21-ാം അധ്യായം 28-ാം വാക്യം. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചകൻ സമീപിച്ചിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ചുറ്റും നടക്കുന്ന അധർമ്മം കണ്ട്, ചുറ്റും നടക്കുന്ന തോന്യാസ ജീവിതങ്ങൾ കണ്ട്, ചുറ്റും നടക്കുന്ന ദൈവത്തിന് വിപരീതമായ നിരീശ്വര ചിന്തയുടെ വിളയാട്ടം കണ്ട്, ചുറ്റും നടക്കുന്ന സെക്കുലറിസത്തിന്റെ അഴിഞ്ഞാട്ടം കണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന മകനും മകൾ ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവിചാരവും ദൈവഭക്തിയും ദേശത്ത് അറ്റുപോകുന്നത് പോലെ തോന്നുമ്പോൾ, അഹങ്കാരവും നിന്ദയും കട്ട പിടിക്കുന്നത് കാണുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, നിങ്ങളുടെ വിമോചകൻ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അത്യത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ദാസീദാസന്മാർ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ. കർത്താവേ, ദുർബല ഹൃദയങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി തങ്ങളുടെ നാഥന് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപ അങ്ങയുടെ സഭയ്ക്കും സഭാ മക്കൾക്കും നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.